ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഈ സമയത്ത് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്കാണ് അവർ ചെയ്യുന്നത്. അത് ചെന്നൈ ഫാൻ എന്നാലും ഞാൻ പറയാണ് ഭയങ്കര മോശം കളിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. BCCI ആണെന്ന് തോന്നുന്നു ഈ മരം വെക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും കമ്പനി ആണെന്ന് എനിക്കറിയില്ല. ഏത് കമ്പനി ആണെങ്കിലും ഈ മരം വെക്കുന്നവന്മാരുടെ പരിപാടി തീരുന്ന ഇടപാടായിരിക്കും. ഈ IPL തീരുന്നതോടുകൂടി ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് തന്നെ ധോണിയും പിള്ളേരും ഉണ്ടാക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാ പിന്നെ ഞാൻ കയ്യിൽ എഴുതുന്നില്ല, ഗ്രൗണ്ടിൽ എഴുതാന്ന് ഞാൻ ഗ്രൗണ്ടിൽ എഴുതിയപ്പോ വീണ്ടും കിട്ടി. അവരാകെ 30 ലക്ഷം രൂപ അത് മുഴുവൻ പോയെന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും ഫാൻസുമായിട്ടുള്ള വിഷയം ഒരു പ്രശ്നമാണ്. ആ ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അബ്സല്യൂട്ട് വിക്ടറിയാണ് ഈ മുനമ്പത്തിൽ ഇപ്പം വഖഫിനോടനുബന്ധിച്ച് നടന്നത്. ഒരു കിരാത നിയമമൊന്നും അങ്ങനെയൊന്നും ഞാൻ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് വഖഫ് നിയമങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ടവരായ മുസ്ലിം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഒരു ജാതിക്ക് OBC ആകാം, ഒരു മതത്തിന് OBC ആകാൻ സാധിക്കില്ല. പക്ഷെ പറഞ്ഞാൽ ഓൾ മുസ്ലിംസ് ആർ മാപ്പിളാസ് ആൻഡ് മാപ്പിളാസ് ആർ ഓൾ മുസ്ലിംസ്. യൂണിഫൈഡ് സിവിൽ കോഡ് നോക്കുമ്പോൾ ഭാരതത്തിലെ എല്ലാ മനുഷ്യനും, സ്ത്രീയെന്നോ പുരുഷനെന്നോ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യനും ഒരേ നിയമങ്ങളും. ഒരു ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു സംഭവ ബഹുലമായ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത്. അപ്പം നമുക്ക് തുടക്കം IPL പിടിക്കാം. എങ്ങനെ പറഞ്ഞു ഇത്തവണത്തെ IPL? എല്ലാ തവണത്തെയും പോലെ ഒരു ഫണ്ണില്ല ഇത്തവണ. എന്താണെന്ന് അറിയത്തില്ല. പഴയ പോലെ ആ ചെറുപ്പം മാറി, അതിനോടുള്ള ക്രേസ് മാറി, വേറെയും കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ ലൈഫിൽ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ആൾക്കാരങ്ങനെ സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് നിന്നേക്കാൾ ഒരു 6-7 വയസ്സ് കൂടുതലാണ് ഞാൻ, പക്ഷെ എനിക്ക് ആ ക്രേസ് മാറിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ അത് പുതുതായിട്ട് വരുമ്പോൾ വേറെയും കുറെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കാം ചിന്തിക്കാൻ വേറെ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ കാണുന്നുണ്ട്, നമ്മൾ സ്കോർ നോക്കും, ഇടയ്ക്ക് സ്കോർ നോക്കും, അല്ലെങ്കിൽ ഹൈലൈറ്റ് ഇരുന്ന് കാണും സമയമുള്ളപ്പോൾ. എനിക്ക് ഇത്തവണ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? എനിക്ക് ഇത്തവണ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നല്ലപോലെ കളിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചാബും കളിക്കുന്നുണ്ട്, ഡൽഹിയും കളിക്കുന്നുണ്ട്. കപ്പ് കിട്ടിയിട്ടില്ലല്ലോ. അതെ, കപ്പ് കിട്ടാത്ത ടീമുകൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കപ്പ് കിട്ടിയ ടീമുകൾ കളിക്കുന്നില്ല, താഴ്വാരത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായിട്ട് താഴ്വാരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങനെ ഞാനൊരു വിശ്വസിക്കുന്ന ഒരാളല്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ എന്താ പറയാ, ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഈ സമയത്ത് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്കാണ് അവർ ചെയ്യുന്നത്. അത് ചെന്നൈ ഫാൻ എന്നാലും ഞാൻ പറയാണ് ഭയങ്കര മോശം കളിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ IPL ഫോർമാറ്റ് അടിക്കുക എന്നുള്ളതാണ്. ഇതൊന്നുമില്ല, പഴയ പോലെ കളിക്കും. എപ്പോഴും 160 അടിപൊളി സ്കോറാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ ഇതിന്റെ പ്രശ്നം കാണുന്നത് എവിടെയെന്ന് വെച്ചാല് BCCI ആണെന്ന് തോന്നുന്നു ഈ മരം വെക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും കമ്പനി ആണെന്ന് എനിക്കറിയത്തില്ല. ഏത് കമ്പനി ആണെങ്കിലും ഈ മരം വെക്കുന്നവന്മാരുടെ പരിപാടി തീരുന്ന ഇടപാടായിരിക്കും. ഈ IPL തീരുന്നതോടുകൂടി ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് തന്നെ ധോണിയും പിള്ളേരും ഉണ്ടാക്കുമെന്നാണ് എന്റെ വിശ്വാസം. ധോണിക്ക് കട്ടക്ക് നിൽക്കാൻ വേണ്ടിയുള്ള കളിക്കാരനാണ്. ഇപ്പം അവരുടെ കളിക്കാരെല്ലാം നമ്മൾ നോക്കിയാൽ വിജയ് ശങ്കർ, പിന്നെ നമ്മുടെ ആരാണ്, ഋതുരാജ് ഗെയ്ക്വാദ് അടിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവനിപ്പോ പരിക്കായി. എന്നാലും അവര് കട്ടക്ക് തട്ടിയിടുന്നൊരു ഫോർമാറ്റിലേക്ക് പോവാണ്. ഒരു ഓവർ കയറുന്നില്ല, 150 കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ പോകുന്നു. വിഷമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ധോണി ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നു. ആവേശത്തോടു കൂടി ചെന്നൈ തിരിച്ചു വരുമെന്ന്, സെഞ്ചുറി തികച്ചു എന്ന് മാത്രം. അതിനുശേഷം സുനിൽ നാരായൺ തിരിച്ചു വന്ന് അടിച്ചടി നശിപ്പിച്ചോ. പിന്നെ മുംബൈ ഇന്ത്യൻസ് ഭയങ്കര താരബഹുലമായ ഒരു ടീമാണ്. പക്ഷെ എന്നിട്ടും താഴെ തന്നെ. എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് എന്നാ പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല. മുംബൈ നല്ലപോലെ കളിച്ച് ഭാഗ്യക്കേടുകൊണ്ട് തോക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറിയ റണ്ണിനൊക്കെ RCBക്കെതിരെ തോറ്റായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അവരുടെ ക്യാപ്റ്റൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും, എനിക്ക് വന്ന സീസൺ മുതലേ ഇഷ്ടമില്ലാത്ത ടീമാണ് LSG. അവരുടെ കളി കാണാനേ ഇഷ്ടമല്ല, എന്താണെന്നറിയത്തില്ല. അവരുടെ കളി കാണാൻ എനിക്കിപ്പം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജേഴ്സി തന്നെ ഒരു എല്ലാ തവണ അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോഴും അവർ ആ ഒരു ഓഞ്ഞ
അതെ, ഒരു കളർ അടിച്ചു നിൽക്കുന്ന നമ്മൾ ഒരു സെലിബ്രേറ്ററി ഒരു കളർ ഉണ്ടല്ലോ, ഒരു നല്ല അടിച്ച് തന്നെ കട്ടക്കി നിൽക്കുന്ന കളർ. ആ ഒരു കളറല്ല, ഒരു ഭയങ്കര ഭയങ്കര മോശമായിട്ട് കളർ. LHC ഒരു കളിക്കാരനെ കുറിച്ച് നീ എന്താ ദിഗ്വേഷ് അയാള് ആദ്യ കളി ഒരു സെലിബ്രേഷൻ ബാൻ ചെയ്ത ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഇങ്ങനെ ലിസ്റ്റ് എഴുതി കൊടുക്കുന്നു. അതിപ്പോ ഒരു ആദ്യം 2 ലക്ഷം 3 ലക്ഷം കണ്ടടിച്ച് ഫൈൻ അടിച്ചു. എന്നാ പിന്നെ ഞാൻ കയ്യിൽ എഴുതുന്നില്ല, ഗ്രൗണ്ടിൽ എഴുതാന്ന് ഞാൻ ഗ്രൗണ്ടിൽ എഴുതിയപ്പോ വീണ്ടും കിട്ടി. അവൻ ആകെ 30 ലക്ഷം രൂപ, അത് മുഴുവൻ പോയെന്ന് എത്ര ഫൈൻ അടിച്ചു? 3 5 മാച്ച് ഫീഡ് ആയിരിക്കും മിക്കവാറും, അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തായാലും മാച്ച് ഫീയുടെ പകുതി അങ്ങനെ ആയിരിക്കും. സഞ്ജു സാംസൺ 24 ലക്ഷം രൂപ വരെ അടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം, ഞാൻ കണ്ടായിരുന്നു. മാച്ച് ഓവർ അത് ഈ മാച്ചിന്റെ ആണോ അത് എങ്ങനെയാണ് അതിന്റെ ഈ മാച്ചിന്റെ ആണെന്നാണ് പറഞ്ഞത്. അതായത് അവൻ ഇപ്പം അവന് കിട്ടുന്ന ആളുടെ പൈസ അപ്പൊ അവനെന്തോ 12 crore എന്തോ അല്ലേ, അപ്പൊ അതിനനുസരിച്ച് ആ ഒരു മാച്ച് ഫീ എത്രയാണ് അവന് കിട്ടുന്നത് അതിന്റെ, അതുകൊണ്ടാണ് വലിയൊരു തുക വന്നത്. 24 ലക്ഷം രൂപ ഏതാണ്ടാണ് 24 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുന്നത്. അതൊക്കെയാണ് അവന്റെ, അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ IPL ഇങ്ങനെ ജഗപകാന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ISL തീരാറായിരുന്നു, സൈഡിൽ കൂടെ പോവാണ്. ISL ഞാൻ ISL തീർന്നു ഇപ്പൊ സെമി ആണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ വേറെ സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞ സൂപ്പർ കപ്പിന് ഇപ്പൊ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തൊരു പുതിയ കോച്ചിനെ സൈൻ ചെയ്തിട്ട് ഞാൻ കണ്ടു. പക്ഷെ അതെ ശ്രദ്ധിക്കുന്നില്ല, ഫുട്ബോൾ ശ്രദ്ധിക്കാത്തതാണ്. നമ്മളിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ സീസൺ 3ാമത്തെ സീസൺ ഒക്കെ ഞാൻ അത്ര അത്ഭുതാവഹമായിട്ട് ഫോളോ ചെയ്തോണ്ടിരുന്നു. അല്ല, അത് സെലിബ്രിറ്റി ലീഗ് ആയിട്ടായിരുന്നല്ലോ ആദ്യം. ഒരു മൂന്ന് IPL പോലെ തന്നെ ഒരു സ്റ്റാർ സ്റ്റഡഡ് പ്ലെയർ ലൈൻ 2 മാസമൊക്കെ ആയിരുന്നു. അത് മാറ്റിയിട്ട് ഒരു ലീഗ് പ്രോപ്പർ ലീഗ് ആക്കി. അതേ പിന്നെ തോന്നുന്നു ആൾക്കാർ. അല്ല, അത് പിന്നെയല്ല. അപ്പൊ നമ്മളിപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കളി കാണാൻ ആളുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എന്റെ ഫാൻസ് ഉണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കളി കാണാറുണ്ട്. ദ ഹൈലൻഡേഴ്സ് എന്നല്ലേ അവരുടെ ഫാൻസ് തന്നെ പറയുന്നത്. വെസ്റ്റ് ബംഗാൾ മോഹൻ ബഗാന്റെ കളി കാണാൻ ആളുണ്ട്. മോഹൻ ബഗാളും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ഡെർബി ഇപ്പോഴും ലക്ഷം ആൾക്കാർ കാണുന്ന കളി കാണാൻ ആളുണ്ട്. ഈവൻ ബാംഗ്ലൂരിലെ ഒരു പാക്ഡ് സ്റ്റേഡിയം അല്ലെങ്കിൽ പോലും അവർക്കൊരു ഡെഡിക്കേറ്റഡ് ഫാൻ ഫോളോയിങ് ഉള്ള ടീമാണ്. അതെ, അതെ, ഒരു നല്ലൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ടീമാണ്. നമ്മുടെ മാനേജ്മെന്റ് ഫാൻസ് ഒക്കെ ആയിട്ട് എന്തോ വിഷയമുണ്ടായിരുന്നു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും ഫാൻസുമായിട്ടുള്ള വിഷയം ഒരു പ്രശ്നമാണ്. അത് നല്ല കളിക്കാരെ എടുക്കുന്നില്ല, അങ്ങനെയാണോ? നല്ല കളിക്കാരെ, അത് ഞാനിപ്പം അധികം ഫോളോ ചെയ്യുന്ന, പക്ഷെ നല്ല കളിക്കാരെ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു പ്രശ്നമാണ്, അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് അവര്. അങ്ങനെയാണ് ഇവരും നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഇങ്ങനെ വേണ്ടതല്ലേ. അവരിപ്പോ എത്ര നാളായും ഒരു നല്ലൊരു പൊസിഷൻ. മാന്യു മൗറിന്യോ ഉണ്ടായിരുന്ന സമയത്തൊരു യൂറോപ്പ കപ്പ് അടിച്ചതാ, അത് പിന്നെ ഒന്നും അടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് എപ്പോഴും അവസാനമായിട്ട് കപ്പ് അടിച്ചെന്നും മാന്യു അടിച്ചെന്നും എനിക്ക് ഓർക്കുന്നില്ല. തിരിച്ചു വരും, എല്ലാരും വരണം, എന്തെങ്കിലുമൊക്കെ വരും. സമയം എടുക്കും, ക്ഷമ വേണം, സമയം എടുക്കും. കിടിലൻ കളിയാണ് ഉമ്മാർ അടിക്കുന്നത്. സിറ്റിയാ അല്ല, ഇപ്രാവശ്യം താഴോട്ട് കിടക്കുന്ന ടീമുകൾ കിടിലൻ കളി കളിക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ടീമുണ്ട്, അവന്മാർ 3ാമത് ഒന്നോ ആണ് ഇപ്പം. കിടിലൻ കളി, ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. മാന്യു ആണെങ്കിലും അങ്ങനെ പോകുന്നുണ്ട്. നമ്മള് ശ്രദ്ധിക്കാൻ പറഞ്ഞ പോലെ ഒരു വൈബ് കിട്ടാത്തതുകൊണ്ടാണ് അത് പോകാത്തത്. അങ്ങനെയാണ് ഇപ്പോൾ സ്പോർട്സിലെ ഒരു കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇമ്പോർട്ടന്റ് സാധനം, വിട്ടുപോകാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടന്റ് സാധനമുണ്ട്, വഖഫ്. വഖഫ് എന്ന് പറയുമ്പോഴേ ചില ആൾക്കാർക്ക് സന്തോഷം വരും, ചില ആൾക്കാർക്ക് ദേഷ്യം വരും, ചില ആൾക്കാർക്ക് സങ്കടം വരും. പക്ഷെ മുനമ്പത്ത് ആ ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അബ്സല്യൂട്ട് വിക്ടറിയാണ് ഈ മുനമ്പത്തില് ഇപ്പം വഖഫിനോടനുബന്ധിച്ച് നടന്നത്. എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ, അവരുടെ ആ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കിന്റെ, അത് സമരത്തിന്റെ ഒരു അബ്സല്യൂട്ട് വിക്ടറിയാണ് വഖഫ് നിയമം പാസ്സായതോടുകൂടി, വഖഫ് അമെൻമെന്റ് നിയമം, ഭേദഗതി നിയമം പാസ്സായതോടുകൂടി കിട്ടിയതാണ് എൻ്റെ ഒരു അഭിപ്രായം. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കിരാത നിയമമൊന്നും അങ്ങനെയൊന്നും ഞാൻ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം വഖഫ് എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട്
ഒരു ക്ലെയിം ഉണ്ട്. പല രാജ്യത്തും ഉണ്ട് ഈ വഖഫ് ഭൂമികൾ. ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല ഈ വഖഫ് ഭൂമികളും വഖഫ് നിയമങ്ങളും മറ്റു പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെ ചില ക്ലോസുകളാണ് ഇതിന്റെ പ്രശ്നം. ഈ ഇന്ത്യയിലെ വഖഫ് നിയമത്തിലെ ചില ക്ലോസുകളാണ് പ്രശ്നം. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ മുനമ്പത്തെ ജനങ്ങളുടെ അടുത്ത് എന്ന് വഖഫ് ബോർഡ് പറയാണ് ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ അത് മാറ്റുന്ന ഈ പുതിയ അമെൻമെന്റ് ബില്ലല്ല, മാറ്റുന്നതിന് മുമ്പുള്ള നിയമത്തിലെ 40-ാമത്തെ വകുപ്പ് പ്രകാരം പറയാം ഈ ഭൂമി എന്റെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫിന് ചുമ്മാ പറയാം ഈ ഭൂമി എന്റെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഈ ഭൂമി വഖഫിന്റെ അല്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ആ ഭൂമിയുടെ ഉടമയുടെ. പിന്നെ പുള്ളി പോകണം, എവിടെ പോകണം? കോർട്ടിൽ പോകാൻ പറ്റത്തില്ല, വഖഫ് ട്രിബ്യൂണലിൽ പോകണം. വഖഫിന്റെ തന്നെ ട്രിബ്യൂണലിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഭൂമിയുടെ ഉടമയുടെ അല്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. വഖഫിന് ഏത് ഭൂമിയും പറയാം, ഇന്ത്യയിലെ ഏത് ഭൂമിയും പറയാം. നിന്റെ വീട്ടിൽ വന്ന് നാളെ പറയാണ് ഈ ഭൂമി വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫാണ്. കാര്യം ട്രിബ്യൂണലിന്റെ ഇതാണ്. ആ ട്രിബ്യൂണൽ അവർ പോവുകയാണെങ്കിൽ ട്രിബ്യൂണലിൽ പോകുന്നു. അതിൻ്റെ അകത്ത് കോടതിക്ക് പറയാൻ പറ്റത്തില്ല, സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഒന്നും ഇതിനകത്തൊരു യാതൊരു സേവില്ല. അപ്പം അതൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് ഉള്ള ഒരു സ്ഥലത്ത് ഒരുപാട് ഇതിനെ ദുരുപയോഗം ചെയ്തു. അതായത് വഖഫ് നിയമങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ടവരായ മുസ്ലിം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് ഒരു ഭൂമാഫിയ തരത്തിലേക്ക് അത് മാറിപ്പോയപ്പോഴാണ് വഖഫ് ഒരു പ്രശ്നമാകുന്നത്. അല്ലെ, വഖഫ് അവരുടേതായ രീതിക്ക് അത് അതിൻ്റെതായ രീതിക്ക് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പ്രശ്നം പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഈ മണ്ഡൽ കമ്മീഷന് ശേഷം OBC റിസർവേഷൻ കൊണ്ടുവന്നു. സുപ്രീം കോടതിയുടെ പ്രത്യേകം കാര്യമുള്ളതാണ്. OBC റിസർവേഷൻ നടത്തുന്നത് മതപരമായിട്ടുള്ള ഇതിൻ്റെ ആയിട്ട് പറ്റത്തില്ല. കാസ്റ്റ് വൈസ്, അതായത് കാസ്റ്റ് വൈസ് ഡിവൈഡ് ചെയ്യാൻ കാരണം പണ്ട് ഈ സോഷ്യോ എക്കണോമിക് ആയിട്ട് പിന്നിലേക്ക് നിൽക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതേർഡ് ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ട് OBC എന്ന സാധനം കൊണ്ടുവന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ മുസ്ലിങ്ങൾക്കും OBC സംവരണമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും മാപ്പിളമാര എന്ന ഒരു ജാതിയാണെന്ന് പറയുന്നു. ഒരു ജാതിക്ക് OBC ആകാം, ഒരു മതത്തിന് OBC ആകാൻ സാധിക്കില്ല. പക്ഷെ പറഞ്ഞാൽ ഓൾ മുസ്ലിംസ് ആർ മാപ്പിളാസ് ആൻഡ് മാപ്പിളാസ് ആർ ഓൾ മുസ്ലിംസ് എന്നുള്ള സംഗതിയാക്കി. അപ്പൊ ഇവിടെ സംബന്ധിക്കുന്ന പല തരത്തിലും പല സ്ട്രാറ്റയിലുമുള്ള പല രീതിക്കുള്ള മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം താഴെ തട്ടിക്കിടക്കുന്ന ഒരു മുസൽമാന് മുകളിലേക്ക് സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിലേക്ക് മേളിലേക്ക് ഉള്ള അപ്വേർഡ് മൊബിലിറ്റിയെ ഈ റിസർവേഷൻ അവരുടെ മാപ്പിള, അതായത് മുസ്ലിം റിസർവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള മുസ്ലിം റിസർവേഷൻ ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ താഴത്തെ സ്ട്രാറ്റയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും മുകളിലേക്കുള്ള ഒരു മൊബിലിറ്റി ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പം പാവപ്പെട്ട ഒരു മുസ്ലിമിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് വളരെ കോടീശ്വരനായിട്ടുള്ള മുസ്ലിമിന് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാവപ്പെട്ട നമ്മുടെ മലപ്പുറത്തെ ഒരു മുസ്ലിം ഉണ്ടെന്ന് കരുതുക, ഒരു പാവപ്പെട്ട ഒരു കുടുംബം ഉണ്ടെന്ന് കരുതുക, വാർഷിക വരുമാനം ഒരു 2 ലക്ഷം രൂപ താഴെയുള്ള ഒരു മുസ്ലിം കുടുംബം ഉണ്ടെന്ന് കരുതുക. യൂസഫ് അലിയുടെ മോനുണ്ടെന്ന് കരുതുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ യൂസഫ് അലിയുടെ മകനും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള പയ്യനും യൂസഫ് അലിയുടെ മോനും ഒരു ജോലിക്ക് അപേക്ഷിച്ചാൽ രണ്ടുപേർക്കും തുല്യമായിട്ട് റിസർവേഷൻ ബാധകമാണ്. അത് ഈ മാപ്പിള റിസർവേഷൻ കൊണ്ടുള്ളത്. അങ്ങനെ ഭാരതത്തിൽ പാവപ്പെട്ട അപരിഷ്കൃതരായിട്ട് നിൽക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുസ്ലിം ജനവിഭാഗത്തിൽ തന്നെ മുകളിലത്തെ തട്ടിൽ നിൽക്കുന്ന ഇപ്പം നമ്മളിപ്പം ഒരു ബ്രാഹ്മണിക്കൽ ഹിജിമോണി ആയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ടെന്ന് പറയത്തില്ലേ,
ആ ഒരു പരിപാടി അതൊരു മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്, ഒരു സ്ട്രാറ്റിഫിക്കേഷൻ വരിക എന്നുള്ളത്. അതുപോലെ ഉള്ള ചില കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കുടുംബങ്ങളോ ചില വ്യക്തികളോ ചില ഗ്രൂപ്പുകളോ ആരുമാകാം, അവരുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ അളക്കുന്നത് ശരിയായ കാര്യമല്ല. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, വഖഫ് നിയമം വന്നപ്പോൾ പല കാര്യങ്ങളും വന്നത്. പസ്വന്ത മുസ്ലിംസിനെ വഖഫിൽ ആഡ് ചെയ്യണം, വഖഫ് ബോർഡുകളിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വനിതകളെ വഖഫ് ബോർഡിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? വഖഫ് ബോർഡിൽ ഇതുവരെ വനിതകൾക്ക് പ്രാതിനിധ്യമില്ല. നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ തുല്യനീതി പറയുന്ന സ്ഥലത്ത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പോൾ അവിടെ വനിതകൾക്ക് പ്രാതിനിധ്യമില്ല. അപ്പോൾ അതിന് പ്രാതിനിധ്യം കൊടുക്കാൻ കൂടിയാണ് ഈ വഖഫ് അമെൻമെന്റ് ബില്ല്. ഈ പുതിയ ബില്ല് കൊണ്ട് ഭാരതത്തിലെ ഒരു മുസ്ലിമിന് പോലും ഒരു ദോഷം ഉണ്ടാകുന്നില്ല. എന്ത് ദോഷം ഉണ്ടാകുന്നത്? അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും വരുന്നില്ല. ഒരു മുസ്ലിമിന് പോലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നാൽ, ഭൂമാഫിയകളായി പ്രവർത്തിക്കുന്ന ചില മുസൽമാന്മാർക്ക് അതൊരു പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ പാവപ്പെട്ടവന് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി സാധിക്കും. ഇനിയും പേഴ്സണൽ വ്യക്തി നിയമങ്ങളുണ്ട്. യൂണിഫൈഡ് സിവിൽ കോഡ് വരും, UCC വരും എന്ന് പറയുന്നുണ്ട്. വന്നു കഴിയുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് മുസ്ലിമിലെ തന്നെ വനിതകളെ ആയിരിക്കും. കാര്യം വ്യക്തി നിയമം ഇപ്പോൾ പേഴ്സണൽ വ്യക്തി നിയമം സ്ത്രീക്കും പുരുഷനും രണ്ടാം അവരുടെ സിസ്റ്റത്തിൽ. യൂണിഫൈഡ് സിവിൽ കോഡ് നോക്കുമ്പോൾ ഭാരതത്തിലെ എല്ലാ മനുഷ്യനും, സ്ത്രീ എന്നോ പുരുഷനെന്നോ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യനും ഒരേ നിയമങ്ങൾ വരും. അങ്ങനെ ഒരേ നിയമങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം വനിതകൾ തന്നെയാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ വഖഫും അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് സ്റ്റെപ്പാണ്. മുൻപത്തെ ജനങ്ങൾക്ക് ഇനിയും സന്തോഷത്തോടെ സമാധാനത്തോടെ അവരുടെ വീട്ടിൽ കിടന്നു തുടങ്ങും.